ഈ അടുത്തിറങ്ങിയൊരു ബെസ്റ്റ് ഡാർക്ക് ഹ്യൂമർ പടമെന്ന് നിസ്സംശയം പറയാം സൈജു കുർബാൻ ടീമിന്റെ മോഹിനിയാട്ടം. തുടക്കം മുതൽ ഒടുക്കം വരെ മുഖത്തൊരു പുഞ്ചിരി മെയിൻറ്റെയിൻ ചെയ്ത് ആ ഫ്ലോയിൽ അങ്ങ് ഇരുന്ന് പോകും. ഫ്രം സുരാജ് കലാരഞ്ജനി ടു സുഭാഷ് ഡുവോ. വിനയ് ഫോർട്ടിന്റെ ആ എൻട്രിയില്ലേ, മിസ്സിംഗ് പോസ്റ്ററുമായി കവലയിരിപ്പുള്ള ഒരുത്തനോട് ചോദിക്കുമ്പോൾ അവൻ എണീറ്റൊരു നിപ്പുണ്ട്. ഇതെന്താ വളരണ എന്ന് ചോദിക്കുന്ന ആ ഒരു സീൻ എൻ്റെ ഒരു ഫേവററ്റ് ആണ്. ഇത് പണ്ടത്തെ നൊസ്റ്റാൾജിക് ചിത്രം കുങ് ഫു ഹസിൽ കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഈ സീനാവും. താനൂർക്ക് ചക്ക തിന്നാൻ പോയ കഥ വേഷത്തിൽ മമ്മൂട്ടി എന്ത് ഇമോഷണൽ ആയിട്ട് പറഞ്ഞു വെച്ചൊരു ഐറ്റമാണെന്ന് ഓർക്കണം. ഇവിടെ പെട്ടു നിൽക്കുന്ന ഒരു ടൈം ആയിട്ടും എന്തായാലും പ്രാർത്ഥന പടം കണ്ടില്ലാത്തതുകൊണ്ട് ഈപ്പൻ രക്ഷപ്പെട്ടു. അരുൺ ഘോഷാണോ അജയ് ഘോഷാണോ എന്നറിയില്ല, ഏതോ ഒരുത്തം വന്നിട്ട് ഗോവിന്ദരാജയുടെ ബോഡി കളയാൻ ഒരു ബെസ്റ്റ് ഐഡിയ പറയുന്നുണ്ട്. ഒരു ശാസ്ത്രജ്ഞനെ വിളിച്ചിട്ട് ഇലക്ട്രിക് കസേര ഉണ്ടാക്കി അതിനെ മുകളിലിരുത്തി അയാളെ ഇരുത്തി ഭസ്മമാക്കി കളഞ്ഞാലോ എന്ന്. ഇത് പറയാൻ ഇവനാര് കൂലിയിലെ രജനീകാന്തിന്റെ വില്ലനാണോ എന്ന് തോന്നിയോ? കാരണം ആ സിനിമയിൽ വെറൈറ്റി പിടിച്ചൊരു പരിപാടി ആയിരുന്നല്ലോ സത്യരാജ് സയന്റിസ്റ്റിന്റെ ഇലക്ട്രിക് ചെയർ കണ്ടുപിടുത്തം. ആയുധക്കടത്തിലേക്ക് പോകുന്ന സിറ്റുവേഷനിലെ ഇവരെല്ലാം കൂടെ അവിടെ വെച്ച് ഒരേപോലെ ജഗദീശും കലാരഞ്ജനിയും ഒരു ടൂൾ എടുക്കാൻ വരുന്നതും ഒരു സ്പാർക്ക് അടിച്ചവിടെ അങ്ങനെ പരുങ്ങി നിൽക്കുന്നത് ശ്രദ്ധിച്ചില്ലേ? ഈ സ്പാർക്ക് നമ്മൾ മുന്നേ ഒരിക്കൽ കണ്ടപ്പോഴാ ഇവിടെ അനിയത്തി പ്രാവിലും സുധി മിനിയും തമ്മിലുള്ള പ്രണയം മുട്ടിടുന്ന മധുര നിമിഷങ്ങൾ. ഇവൻ ഈ പറഞ്ഞതിൽ എന്തേലും കള്ളത്തരം ഉണ്ടെങ്കിൽ അവനിപ്പോൾ തിരിഞ്ഞു നോക്കും. ബെസ്റ്റ് കോമഡി സീനായിരുന്നത്. ദൃശ്യം സിനിമയിലെ റെഫറൻസുകൾ ഓൾറെഡി പടം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ട്രെയിലർ കണ്ടു തുടങ്ങിയതാണ്. ഇതിപ്പോൾ പോലീസുകാർ രണ്ടുപേരും നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ജോർജ് കുട്ടി തിരിയാതെ നടന്നങ്ങ് പോകും. ഇവിടുത്തെ കാര്യം നോക്കിയാലോ, ശശി പേടിച്ച് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ലവന്മാരപ്പോൾ ഇത് ശ്രദ്ധിക്കാതെ പരസ്പരം നോക്കി സംസാരിച്ച് നിൽക്കുന്നു. ദൃശ്യത്തിലെ പോലെ വീട്ടിൽ കയറി വന്നവനെ അബദ്ധത്തിൽ കൊന്ന ശേഷം അതിന് എന്ത് ചെയ്യുമെന്നറിയാനുള്ള ഫോൺ കോൾ സീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആളൊഴിഞ്ഞ മുറിയിൽ നിന്ന് ഹൃദയത്തിലെ ശെൽവനെ വിളിക്കുന്നത് പോലെ മാമ എന്ന് വിളിക്കുമ്പോൾ സുഭാഷിനെ മാമനെ കാണാനുള്ള വിഷമം കണ്ടിട്ട് നമുക്കൂടെ വിഷമം വന്നുപോയി. പിന്നെ നോക്കിയാൽ ദശരഥ മൂവിയിലെ കൈവിരൽ വരെ അഭിനയിക്കുന്ന റെഫറൻസ് ഇവിടെ ശശിയിലും കാണാം. സൂക്ഷ്മദർശിനിയെ പോലെ ജനൽ അഴികളിലൂടെ നോക്കുന്ന സുഭാഷ്. അത് പിന്നെ കുറേ പടങ്ങൾ ഇത്തരം ഷോട്ടുകൾ കാണുമല്ലോ. സുഭാഷിൻ്റെ കാര്യം പറഞ്ഞാൽ ഭരതനാട്യത്തിലെ സുഭാഷ് ആദ്യമായി മോഹിനിയാട്ടത്തിലെ സുഭാഷിനെ കാണുന്ന ഒരു ബസ് സ്റ്റോപ്പ് സീനിലെ ഏറെക്കുറെ എല്ലാവർക്കും ആ നോട്ടം കണ്ട് കത്തിയത് ബോധിധർമ്മൻ്റെ പടം തന്നെയായിരിക്കും. 7ാം അറിവിലെ ഡോങ്ലിയും അരവിന്ദും തമ്മിലുള്ള ഹിപ്നോട്ടിസം സീനാണ് ഇവിടെ റെഫറൻസായി കൊണ്ടുവന്ന് നമ്മളെ ചിരിപ്പിച്ചത്. ഈ പടത്തിൻ്റെ ഫസ്റ്റ് പാർട്ടായ ഭരതനാട്യത്തിൻ്റെ തന്നെ റെഫറൻസാണ് പഴയ സുഭാഷ് വന്നിട്ട് പുതിയതിനെക്കുറിച്ച് ഞാനൊരു ഫുൾ പടത്തിന് നോക്കിയിട്ട് പറ്റാത്തതാണ് അവൻ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ഒപ്പിച്ചതെന്ന് പറയുന്നതും പിന്നെ സുഭാഷ് അവൻ്റെ മാമൻ്റെ മിസ്സിംഗ് പോസ്റ്റർ ഒട്ടിക്കുന്നത്. അത് ഒട്ടിക്കുന്നത് ഭരതനാട്യം സിനിമ പോസ്റ്ററിൻ്റെ മേളിലായിട്ടുമാണ്.